പണ്ടൊക്കെ നമ്മുടെ അമ്മമാരെ ഓരോ നേരവും എത്ര ഹെൽത്തി ആയിട്ടാണല്ലേ നമുക്ക് ഭക്ഷണം ഒരുക്കിയിരുന്നത്. ഇപ്പോഴേ ഈ ഞാനടക്കം ബിസ്ക്കറ്റിന്റെ ആൾക്കാരാണല്ലേ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി വേണം. അതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര എടുക്കുക കേട്ടോ. ഗോതമ്പ് പൊടി 1 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ചെറുപഴം 3 എടുത്തിട്ടുണ്ട്. തേങ്ങാക്കുത്ത് ഒരു 2 ടേബിൾ സ്പൂണും ഏലക്കാ പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടണ്ട, കാരണം ഇതേ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ബാറ്ററല്ല നമുക്ക് വേണ്ടത്, കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കുക. കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം. പിന്നെ ഈ ഒരു വിഭവം ഇൻസ്റ്റയിൽ തന്നെ കണ്ടതാണ് ഞാൻ, ആരോ ഇട്ടതാണ്. നമ്മുടെ പഴയ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് തയ്യാറാക്കിയെന്ന് മാത്രം കേട്ടോ. എന്നിട്ട് കൈയൊന്ന് വെള്ളം നനച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാണ് വേണ്ടത്. 2 ഭാഗവും നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ തീയൊന്ന് ശ്രദ്ധിച്ചോളൂ, ചെറിയ തീ മതി, കാരണം കുറച്ച് കട്ടിക്കുള്ളതാണല്ലോ. അപ്പൊ വെന്ത് കിട്ടാനേ കുറച്ച് താമസം എടുക്കും. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും നല്ല മൊരിച്ചെടുക്കാം. അപ്പോഴേ ഇത്രേ ഉള്ളൂ, നല്ല കിഡിലിനൊരു ഐറ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.